ഒരു കാര്യത്തിൽ നമ്മൾ വളരെ നിശ്ചയമുള്ളവരായിരിക്കണം. വിഷയമല്ല വിഷയം, വചനമാണ് വിഷയം. പറഞ്ഞു മനസ്സിലായ? ഉടമ്പടിയിലെ വിഷയമല്ല വിഷയം, പിന്നെന്താണ്? വചനമാണ് വിഷയം. വിഷയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജെട്ടു നടപടി അല്ലേ? അല്ലെങ്കിൽ കല്യാണം ഒത്തുവരണില്ല, PR കിട്ടണില്ല, പെൻഷൻ കിട്ടിയിട്ടില്ല, അതാണ് വിഷയം. ഇപ്പം അച്ഛനെന്താ പറഞ്ഞത്? വിഷയമല്ല വിഷയം, വചനമാണ് വിഷയമെന്ന്. എന്താ വിഷയം? ഈ വിഷയം ഒരു വിഷയമല്ല. എന്താണ് വിഷയം? ഉടമ്പടി പ്രകാരം വചനമനുസരിച്ച് ജീവിക്കുമ്പോൾ കർത്താവാണ് മറ്റു സെറ്റ് ചെയ്യണത്. അത് മെറിറ്റിലല്ല, നോട്ട് ബൈ മെറിറ്റിലാണ്. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. പല വിഷയങ്ങളും സത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എന്താണ് സത്യം എന്ന് ചോദിക്കുന്നുണ്ട്. ആരോട് ചോദിക്കുന്നുണ്ട്? പീലാത്തോസ് ഈശോനോട് ചോദിക്കും. ഈശോ തൽക്കാലം അയാളോടത് പറയുന്നില്ല. എന്താ കാര്യം? അയാളോട് സത്യത്തെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഈശോ മൗനം പാലിച്ചത്. ഈശോ പീലാത്തോസ് ഈശോയോട് ചോദിക്കണില്ലേ, വാട്ട് ഈസ് ട്രൂത്ത്? ഞാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വന്ന ആളാണെന്ന് ഈശോ പറയുമ്പോൾ പീലാത്തോസ് ഈശോയോട് എന്ത് പറയും? ചോദിക്കും, വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം? ഈശോ അവിടെ മിണ്ടണില്ല. പരിശുദ്ധാത്മാവ് ഈ ഭാഗം എഴുതുമ്പോൾ യോഹന്നാനെ വ്യാഖ്യാനിച്ചു കൊടുക്കും, യുവർ വേർഡ് ഈസ് ദ ട്രൂത്ത്. അങ്ങയുടെ വചനമാണല്ലോ സത്യം. അപ്പോൾ വചനമാണ് സത്യം. ആ സത്യം ആരോടാ പറയണത്? ആ വചനം പാലിക്കാൻ സന്മനസ്സും തുറവിയും ഉള്ളവരോടാണ് പറയണത്. എല്ലാവരോടും പറയത്തില്ല. അതുകൊണ്ടാണ് പറയണത്, പുറത്തുള്ളവർക്ക് അത് ഉപമകളിലൂടെ പറയുന്നുവെന്ന്. തനിച്ചാകുമ്പോൾ അത് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. ടേക്ക് ദ ബ്ലഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. യേശുവേ നന്ദി മഹത്വം. ഹല്ലേലൂയ. മർക്കോസ് 4:11. മർക്കോസ് 4:11. അവൻ പറഞ്ഞു ദൈവരാജ്യത്തിന്റെ രഹസ്യം നിങ്ങൾക്കാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറത്തുള്ളവർക്കാകട്ടെ എല്ലാം ഉപമകളിലൂടെ മാത്രം. വചനം സ്വീകരിക്കുന്നവരും സ്വീകരിക്കാത്തവരും. ഇപ്പൊ പുറത്തുള്ള പീലാത്തോസ് എവിടെയുള്ള ആളായി? പുറത്തുള്ള ആളായി. അതുകൊണ്ടാണ് അയാളോട് മിണ്ടാതിരുന്നത്. ഇപ്പം നിങ്ങൾക്ക് വചനം ഉൾക്കൊള്ളാൻ തയ്യാറല്ലെങ്കിൽ ദൈവം നിങ്ങളോട് മിണ്ടത്തില്ല. ആ വിഷയം വിട്ടുപിടിക്കാൻ പറയും. ഇപ്പം എന്താ വന്നത്? മകളെ കെട്ടിച്ചില്ല, കെട്ടിച്ച് വണ്ടി വിട്ടേക്കാൻ പറയും. കെട്ടിച്ചെന്നേക്കാൻ വണ്ടി വിട്ടേക്കാൻ പറയും. ദൈവിക കാര്യങ്ങൾ സംസാരിക്കത്തില്ല. ആ മിണ്ടിയില്ലെന്നില്ല. കർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ അകത്തൊരു ഭാഗമാണ് മിണ്ടാത്തത്. ഇപ്പം അതായത് വചനം സ്വീകരിക്കാൻ തയ്യാറുള്ളവരോട് അവൻ അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. വചനമൊന്നും വേണ്ട, എനിക്ക് മകളെ കെട്ടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മകളെയും കെട്ടിച്ച് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ഫയൽ ക്ലോസ് ചെയ്ത് കളയും. എന്താ കാര്യം? അപ്പം നമ്മളാരാകും? പുറത്തുള്ളവരാകും. വചനത്തിൻ്റെ മുമ്പിൽ എപ്പോഴും പുറത്തും അകത്തും ഉള്ളവരുണ്ടാകും. പുറത്തുള്ളവരോട് വചനത്തിൻ്റെ പൊരുളിനെക്കുറിച്ച് മിണ്ടത്തില്ല. കാര്യം എന്താണ്? അവർ കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും മനസ്സിലാക്കാതിരിക്കാനും. ടേക്ക് ദി ബ്ലഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 13:13. മത്തായി 13:13. അതുകൊണ്ടാണ് ഞാൻ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത്. കാരണം അവർ കണ്ടിട്ടും കാണുന്നില്ല, കേട്ടിട്ടും കേൾക്കുന്നില്ല, ഗ്രഹിക്കുന്നുമില്ല. അപ്പോൾ കേൾക്കാൻ ചെവിയുള്ളവരുണ്ട്, ചെവി ഇല്ലാത്തവരുണ്ട്. എല്ലാവർക്കും ഈ സംഭവം ഈ മൈക്ക് പോലെ ഇരിപ്പുന്നുണ്ടെങ്കിലും ഇതിനകത്ത് വർക്ക് ചെയ്യത്തില്ല ചില ആൾക്കാർക്ക്. വചനപ്പൊട്ടന്മാരെന്ന് പറയും. വചനം സ്വീകരിക്കുന്നതിൽ പൊട്ടുള്ളവർ വചനപ്പൊട്ടന്മാർ. ഇയാളൊരു വചനപ്പൊട്ടനാണ്. ആരാണ്? പീലാത്തോസ്. അതുകൊണ്ടാണ് മിണ്ടിയില്ല. ഈശോ ഈ വിഷയം എപ്പോഴും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, കർത്താവുമായിട്ട് വരുമ്പോൾ ക്യാഷ് ആൻഡ് കൈൻഡ് മാത്രം നമ്മൾ എന്നും അത് തന്നെയാണ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുള്ളവരാകും. പുറത്തുള്ളവർ പറയും, ഈശോ പറയും, മക്കൾക്ക്
മിണ്ടാത്തത് എന്താണ് നീ എന്ന് കർത്താവിനോട്ടിരിക്കുക അപ്പോസ്തലന്മാർ ചോദിച്ചു. വൈ ആർ യു നോട്ട് ടോക്കിങ്? അപ്പോസ്തലന്മാർ ചോദിച്ചു. അവളെ പറഞ്ഞു വിടാൻ കാനങ്കാരിയില്ലേ, കാനങ്കാരിയുടെ ഒരു സെക്ഷൻ ശ്രുതിയുടെ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 15:23 മത്തായി 15:23 എടുത്തേ. എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. മത്തായി 15:23 കണ്ടില്ലേ? എന്നാൽ പറഞ്ഞേ, എന്നാൽ അവൻ ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. എന്താ കാര്യം? സിറ്റുവേഷൻ എന്താ? കാനങ്കാരി അല്ലെങ്കിൽ സീറോ ഫിനീഷ്യസ് എന്ന് മർക്കോസ് പറയുന്ന ഈ കക്ഷി, അവരെ വചനത്തിൻ്റെ പാരമ്പര്യത്തിലുള്ള ആളല്ല. അവൾക്ക് വചനം കേൾക്കേണ്ട ആവശ്യമില്ല. അവളുടെ മകൾക്ക് പിശാച് ബാധയാണ്, അതൊന്ന് ഒഴിപ്പിച്ച് കിട്ടിയാൽ മതി. കാര്യം ഒന്ന് കണ്ടാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം കാണാൻ വേണ്ടി പാടും കരഞ്ഞ് കാല് പിടിച്ച് പുറകെ നടക്കുകയും കാനങ്കാരിയുടെ അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഇവൾ വന്ന് യേശുവിനോട് പറയും, കാര്യം കാണാൻ വേണ്ടി കരഞ്ഞ് കാല് പിടിച്ച് നടക്കുന്ന പാർട്ടിയാണ്. അങ്ങനെ കുറേ ഐറ്റം ആൾക്കാരുണ്ട്. അവരായി സീറോ ഫിനിഷർ സ്ത്രീയെക്കുറിച്ച് പോലും അതുപോലെ തന്നെ കാനങ്കാരിയെപ്പോലെയാണ് ഈശോ ബ്രാൻഡ് ചെയ്യണത്. എന്ന് പറഞ്ഞാൽ അവൻ മിണ്ടിയില്ലെന്ന് പറയും, അവൻ സംസാരിച്ചില്ല. എന്താ കാര്യം? പിലാത്തോസിനോട് അവൻ മിണ്ടിയില്ല, കാനങ്കാരിയോട് അവൻ മിണ്ടിയില്ല. കാര്യം എന്താണ്? അത് പുറത്തുള്ളതാണെന്ന്, കേട്ടിട്ട് കാര്യമില്ലെന്ന്, കേട്ടിട്ടും ഗ്രഹിക്കുന്നില്ല. അവർ മാനസാന്തരത്തിലേക്കും രക്ഷാനുഭവത്തിലേക്കും വരുന്നില്ല. എന്നും വയറ്റിപ്പഴപ്പ് മാത്രമേ അവരുടെ പ്രശ്നമുള്ളൂ. എന്നെങ്കിലും വയറ്റിപ്പഴപ്പ് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിന് വേണ്ട, യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ മാത്രം മതി. അങ്ങനെ ഒരു ഐറ്റം ആൾക്കാരുണ്ട്.